ഹായ് ഫ്രണ്ട്സ്, മഴതൊരു മൊബൈൽ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി അലീനയ്ക്ക് നേരെ കൈ നീട്ടിയിട്ട് ഹലോ അലീന എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ കൈ കൊടുക്കാതെ ഒന്നും മിണ്ടാതെ കണ്ണ് നിറഞ്ഞ് വെളിയിലോട്ട് അങ്ങ് പോകും. ഇപ്പോൾ ബാലേട്ടനാണെങ്കിൽ മോളെ എന്ന് വിളിക്കും. എന്നിട്ട് നിൽക്കത്തില്ല, അലീന വെളിയിലോട്ട് അങ്ങ് ഇറങ്ങും. അപ്പോൾ സ്റ്റാൻലി ബാലേട്ടനോട് ചോദിക്കും, ഒന്നും പറഞ്ഞില്ലായിരുന്നോ താങ്കൾ? ഞാനൊന്നും പറഞ്ഞില്ല, സ്റ്റാൻലി ജോസഫാണ് തൻ്റെ അച്ഛനെന്നും അവിടേക്കാണ് പോരുന്നതെന്നും മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ വന്നപ്പോൾ പറയാഞ്ഞതിൻ്റെ പരിഭവമാണ്. അപ്പോൾ സ്റ്റാൻലി ജോസഫ് ചോദിക്കും ബാലേട്ടനോട്, ഞാൻ അപ്പോളജി പറഞ്ഞാൽ മതിയോ? അപ്പോളജി പോകെ പോകെ അത് കുറേ പറയേണ്ടി വരും, ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് പറയും, ഞാനെന്നാ ചെന്ന് നോക്കട്ടെ എന്തിയെന്ന് എന്ന് പറഞ്ഞ് മോളേന്നും പറഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരും ബാലേട്ടൻ. അപ്പോൾ അലീനയാണ് ഇവിടെ വന്ന് നിന്ന് കരയുക. അലീന ചോദിക്കും, അച്ഛൻ എന്നോട് കള്ളം പറഞ്ഞല്ലേ? അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ ആരാന്ന്, പേര് പോലും മാറ്റി പറഞ്ഞ് ലാലിച്ചൻ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പേര് തന്നെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറയും, ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തണം? നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്റ്റാൻലിയെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. എനിക്ക് അയാളെ അറിയില്ല. ഒരു ദിവസം വന്ന് ഞാൻ അയാളോട് പറയുക, തനിക്ക് 23 വയസ്സുള്ളൊരു മകളുണ്ടെന്ന്. അയാൾ എങ്ങനെ വിശ്വസിക്കും? എന്നെ അറിയില്ല, തനിക്ക് ഇങ്ങനൊരു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്നറിയില്ല. അപ്പോൾ അയാൾ എങ്ങനെ വിശ്വസിക്കും? അയാൾക്ക് ഭാര്യയും മക്കളും ഉള്ളതാ, സൊസൈറ്റിയിൽ സ്ഥാനമുള്ള വ്യക്തിയാണ്. അങ്ങനെ പെട്ടെന്ന് എല്ലാവരോടും പറയാൻ പറ്റുമോ? വിവാഹത്തിന് മുമ്പ് എനിക്കൊരു സ്ത്രീയിലൊരു കുഞ്ഞുണ്ടായി, ഒരു മകളുണ്ടായി എന്നൊക്കെ പറയാൻ പറ്റുമോ? നീ 23 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്, നിനക്ക് മനസ്സിലാകില്ലേ? അപ്പോൾ പറയും, സോറി അച്ഛാ, ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്നെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞില്ലേ അച്ഛാ? പറഞ്ഞു, ഇന്നലെ എന്നോട് പറഞ്ഞത്, നിന്നെ ഏറ്റെടുത്തോളാം, നിന്നെ സംരക്ഷിച്ചോളാമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അലീനയോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അലീനയും കൊണ്ട് അകത്തേക്ക് വരും. കിച്ചണിലാണെങ്കിൽ ആൻ്റപ്പനും പൗലോസും കൂടെ പാചകമാണ്. അപ്പം നമ്മുടെ ഡ്രൈവർ ബൈജു അങ്ങോട്ട് വന്ന് പറയും, എന്തൊക്കെയോ പുകയുന്നുണ്ടല്ലേ, എന്തോ ഉണ്ട്, എന്നാലും ആ വന്നവരാരാ? ഒരു കല്യാണപ്പെണ്ണിനെ പോലെ ഇരിക്കുന്നു. അപ്പോൾ ആൻ്റപ്പൻ പറയും, കഥകളൊന്നും സൃഷ്ടിക്കണ്ട, പാലാക്കാരൻ ആ മനുഷ്യനാ. ആ മനുഷ്യൻ വന്ന് ഇവിടുന്ന് പോയിട്ട് കേണൽ സാറിന് വല്ലാത്ത ടെൻഷനായിരുന്നു. പിന്നീട് ഒരു ദിവസം പാലായ്ക്ക് പോയി, എന്നിട്ട് പിറ്റേന്നാണ് വന്നത്. കൂടെയുള്ള പെൺകുട്ടി പാലാക്കാരൻ്റെ മകളാ. ആ കുട്ടി അച്ഛാന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. ഡ്രൈവർ ബൈജു പറയുക, കേണൽ സാറ് റൂട്ട് മാറ്റി ഡ്രൈവ് ചെയ്യുന്നോ ഡൗട്ട്. അപ്പോൾ ആൻ്റപ്പൻ പറയും, നീ ഇല്ലാ കഥകളൊന്നും സൃഷ്ടിക്കണ്ട. നമ്മുടെ ബാലേട്ടനും അലീനയും കൂടെ അകത്തോട്ട് വന്ന് സ്റ്റാൻലിയോട് പറയും, അന്ന് നേരിൽ കണ്ടപ്പം പറഞ്ഞില്ലല്ലോ, അതിൻ്റെ വിഷമമാണ്. ഇന്ന് കുറച്ച് ഇമോഷണലാണ്, അതുകൊണ്ട് സ്നേഹം ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പെട്ടെന്ന് തിരിച്ചറിയും. പുറമേ കാണിച്ചാൽ പോരാ, മനസ്സിലുണ്ടാകണം. അപ്പോൾ സ്റ്റാൻലി പറയും, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ കൊടുക്കുകയും ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് അതങ്ങ് പോയി. എന്നാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്ന് ബാലേട്ടനോട് പറയും. ഇവിടെ അങ്ങനെ ആരും ഗസ്റ്റുകൾ വരാറില്ല. കഴിഞ്ഞ വർഷം ഒരു മന്ത്രി വന്നു, അതിലും വലിയ ഗസ്റ്റാണ് ഇന്ന് താങ്കൾ. എനിക്ക് എൻ്റെ ജീവിതത്തിലെ വലിയ ഗസ്റ്റാണ് താങ്കൾ. അതുകൊണ്ട് താങ്കൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി ഇവിടുന്ന്. അപ്പോൾ അലീനയും പറയും, വാ അച്ഛാ കഴിക്കാം. അവർ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറിപ്പോൾ അപ്പോൾ പൗലോസ് വന്ന് അലീനയ്ക്കും ബാലേട്ടനും ചായ കൊടുക്കും. ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാൻലി ആൻ്റപ്പനെയും ഡ്രൈവറെയും വിളിക്കും. എന്നിട്ട് 3 പേരോടായിട്ട് പറയും, ഇതെൻ്റെ മകൾ അലീനയാണ്. 23 വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ ഞാൻ വിവാഹം കഴിക്കാനിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളിൽ എനിക്കുണ്ടായ മകളാണ് അലീന എന്ന് പറയും. ഇത്രയേ ഉള്ളൂ, ഇനിയും പോകാം എന്ന് പറയും. അപ്പോൾ അവർ പോയി കഴിയുമ്പോൾ ബാലേട്ടനോട് പറയും, അവരോട് ഇത്രയും പറഞ്ഞില്ലെങ്കിലേ അവർ ഈ ലോകത്തില്ലാത്ത കഥകൾ സൃഷ്ടിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ബാലേട്ടൻ ചോദിക്കും, താങ്കൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്നൊന്ന് പറഞ്ഞായിരുന്നു, അവരെവിടെ? അപ്പോൾ പറയും, അവർ അഞ്ചലില താമസം, ഭാര്യയും മക്കളും ഉണ്ട്. ഇവിടെ ഞാൻ തോട്ടം നോക്കാനായിട്ട് വാങ്ങിച്ച വീടാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ പിന്നെ അലീനയ്ക്ക് കുക്ക് ചെയ്യുകയൊന്നും വേണ്ട, ഇവിടെ കുക്ക് ചെയ്യാൻ ആളുണ്ട്, ഡ്രൈവർ ബൈജു ഉണ്ട്, പിന്നെ ആൻ്റപ്പനുണ്ട്. പിന്നെ അലീന ഇവിടെ TV കാണുക, വായിക്കുക, പിന്നെ 2-3 പട്ടികളുണ്ട്, അവരെയൊക്കെ സ്നേഹിക്കുക, അവരുടെ കൂടെ നടക്കുക, അല്ലാതെ ഇവിടെ ഒരു ജോലിയുമില്ല. അപ്പോൾ ബാലേട്ടൻ പറയും, ഇവിടെ നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, കഴിക്കുക മാത്രമേ ഉള്ളൂ, അത് നീ ഇപ്പോഴേ തുടങ്ങിക്കോ എന്ന് പറയും. അച്ഛാ,
എന്നെ ഇവിടെ ഏതോ ഒരു കാട്ടിൽ കൊണ്ടാക്കിയിട്ട് അച്ഛൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നത് എന്ന് അലീന ബാലേട്ടനോട് പറയും. സ്റ്റാൻലിയോട് ബാലേട്ടൻ പറയും, എൻ്റെ ഊന്നുപടിയെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത്, നോക്കിക്കോണം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം വീണ്ടും വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.